പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും ക്രിസ്തുയേശുവിൽ ആശ്രയിച്ച് നിങ്ങളുടെ അടുക്കൽ ഒരു പുതിയ സന്ദേശവുമായി ഈ പ്രഭാതത്തിലെത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ എൻ്റെ ഓരോ ദിവസത്തെയും പ്രഭാത ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നതും ഉത്തേജനം പകരുന്നതും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ആകയാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ചിന്താവിഷയത്തിലേക്ക് ഈ പകലിൽ പ്രവേശിക്കുകയാണ്. എൻ്റെ ഡിവോഷൻ്റെ ഓരോ ദിവസത്തെയും ഹെഡ്ലൈൻ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ, വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ ഞാൻ ഓരോ പ്രഭാതത്തിലും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതത്തിൽ ഏറെ ചിന്തനീയമായ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ശീർഷകം, തലവാചകം ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ളതാണ്. നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. കാരണം ദൈവവചനത്തിൽ നാം വായിക്കുന്നത് ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ള ഒരു വ്യക്തിത്വത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. മറിച്ച് വാക്ക് പറഞ്ഞാൽ മാറാത്ത, ഒരു കാലത്തും നമ്മളെ അവിശ്വസനീയതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അവിശ്വാസത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. മറിച്ച് നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ അതിൽ 101% വിശ്വസ്തത പുലർത്തുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ പോലെ വേറെ ഒരുവൻ ഈ ഉലകത്തിൽ ഇല്ലവേ ഇല്ല. കർത്താവിൻ്റെ വിശ്വസ്തതയെപ്പറ്റി വേദപുസ്തകം നാം ഉടനീളം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മമ്രയുടെ തോപ്പിലിരുന്ന അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് ഒരു ഉച്ചയായ സമയത്ത് 3 പുരുഷന്മാർ വരികയാണ്. നമുക്കറിയാം, നട്ടുച്ച നേരത്ത് വരുന്നവർക്ക് ദാഹമുണ്ടാകും, വിശപ്പുണ്ടാകും. അതിഥി സൽക്കാര പ്രിയനായ അബ്രഹാം ഇവരെ ദൂരവേ കണ്ട് തൻ്റെ കുടിൽ ലക്ഷ്യമാക്കി വരുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ആഹാരവും വെള്ളവും ഈ അബ്രഹാം കൊടുക്കുവാനിടയായി. അതിൻ്റെ ഒരു പരിണിത ഫലം എന്താണ്? അബ്രഹാം തൻ്റെ കൂടാരത്തിൽ വന്ന ഈ ദൂതന്മാർക്ക് ഇനി ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്ന് പോലും അറിയാതെ ഈ അബ്രഹാം സൽക്കരിച്ചതുകൊണ്ട് എന്താ നേട്ടമുണ്ടായത്? നേട്ടം മറ്റൊന്നുമല്ല, തൻ്റെ തലമുറകൾ ധാരാളം പിന്നിട്ടു. 35 ലക്ഷം വരുന്ന ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ 40 വർഷത്തോളം നീണ്ട മരുഭൂയാത്രയിൽ അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാനോ കാലിലെ ചെരുപ്പ് തേയാനോ ദൈവം അനുവദിച്ചില്ല. മാത്രമല്ല, അവർക്ക് വിശന്നപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെയും മന്നയെയും വർഷിപ്പിച്ച് അവരുടെ കൂടാരങ്ങളിൽ എത്തിച്ച ഒരു ദൈവം, അവർക്ക് ദാഹിച്ചപ്പോൾ പാറയെ പിളർന്ന് അതിൻ്റെ അകത്തുനിന്ന് നീരുറവ പകർന്നു കൊടുത്തൊരു ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുവാൻ കാരണം? തൻ്റെ അടുക്കലേക്ക് വന്ന 3 ദൂതന്മാരെ ഈ അബ്രഹാം സൽക്കരിച്ചതും ഈ അബ്രഹാം അവരെ ഓർത്തതും ദൈവം മറന്നു കളഞ്ഞില്ല. ദൈവത്തിനു വേണ്ടി നാം ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും മറന്നു കളയുവാൻ അനീതിയുള്ള ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അവൻ നിങ്ങളെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. പ്രിയരെ, സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവൻ നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നു,
നമ്മുടെ കണ്ണുനീരിനെ അവൻ തുരുത്തിയിൽ ആക്കി വച്ചിരിക്കുന്നു. അതെ, നമ്മൾ കർത്താവിന് വേണ്ടി ഓടുന്നതും അധ്വാനിക്കുന്നതും പ്രയത്നിക്കുന്നതും കർത്താവിന് വേണ്ടി ചിലവിടുന്നതുമൊക്കെ കർത്താവിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൻ്റെ അകത്ത് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നിന്റെ പേര് അവൻ പൊക്കിയെടുക്കും. നിന്നെ സ്വജനങ്ങളുടെ നടുവിൽ ശത്രുവിൻ്റെ മുൻപാകെ മേശയൊരുക്കി മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് നിന്നെ തള്ളിപ്പറയുന്ന, ഇന്ന് നിന്നെ അകറ്റി നിർത്തുന്ന, ഇന്ന് നീ കൊള്ളില്ലെന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നെ ആ സമൂഹം തേടി വരുന്ന നാളുകൾ അധികം വിദൂരമല്ല എന്ന് ഈ പ്രഭാതത്തിൽ ഓർക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത അത്ര വലിയതാണ്. അല്പം വൈകിയാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഒന്ന് മനസ്സ് വെച്ചാൽ നാളെയുടെ താളുകളിൽ നിന്റെ പേര് സ്വർണ്ണലിഖിതങ്ങളാൽ എഴുതി ചേർക്കത്തക്ക നിലയിലുള്ള വൻ ക്രമീകരണങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്കൊന്നും കൂടെ ഓർക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് വർണ്ണിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് പങ്കാളികളാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമിലേതുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.